ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്ക്. അത് നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഒരു ബൗളിലിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന ചോക്ലേറ്റ് വേണ്ട, പകരം കൊക്കോ പൗഡർ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫഡ് സോസിൻ്റെ റെസിപ്പിയാണ്. ഇതിനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ എടുക്കുക, 1/4 കപ്പ് കൊക്കോ പൗഡർ, ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ഉപ്പ്. ചെറിയ സ്പൂണാണ് ടീസ്പൂൺ എന്ന് പറയുന്നത്, അത് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കണം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അടുത്ത നമ്മൾ ചേർക്കാൻ പോകുന്ന 1/2 കപ്പ് ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മെൽറ്റഡ് ബട്ടർ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഒരു മുട്ട ആഡ് ചെയ്യുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ്, 1/2 കപ്പ് തൈര്. നമ്മൾ ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ ഓർക്കണം. ഫ്രിഡ്ജിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ തൈരിൻ്റെ തണുപ്പ് മാറിയതിന് ശേഷം വേണം ഉപയോഗിക്കാൻ. ഇനി ഇതെല്ലാം കൂടെ ഒരു സ്പാറ്റിൽ വെച്ച് ഇളക്കി യോജിപ്പിക്കുക. ഓവർ മിക്സ് ചെയ്യാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, പിന്നീട് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിക്കണം. ഒത്തിരി നേരം ഇന്ന് മിക്സ് ചെയ്യരുത്, അത് കേക്കിൻ്റെ മാർദ്ദവം നഷ്ടപ്പെടാൻ ഇടയാക്കും. ഇനി നമുക്ക് ബേക്ക് ചെയ്യേണ്ട പാൻ പാച്ച്മെൻറ്റ് പേപ്പർ വെച്ച് അല്ലെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് താഴെയും സൈഡ് ഭാഗവും കവർ ചെയ്യണം. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ 2 പാൻ എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് 4 ലെയർ കേക്ക് കിട്ടും. നിങ്ങൾക്ക് ഒരു ലെയർ മതിയെങ്കിൽ 8 അല്ലെങ്കിൽ 9 ഇഞ്ചിൻ്റെ പാൻ യൂസ് ചെയ്യാം. ബാറ്റർ പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ 2-3 തവണ ഒന്ന് ടാപ്പ് ചെയ്യണം. അപ്പോൾ ആ എയർ ബബിൾസ് വല്ലതും ഉണ്ടെങ്കിൽ പൊട്ടിപ്പോകാൻ വേണ്ടിയിട്ടാണ്. ഞാനെപ്പോഴും അവൻ മുകളിലത്തെയും താഴത്തെയും കോയിൽ ഓണാക്കിയിട്ട് വിത്തൗട്ട് ഫാനാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് 180 ഡിഗ്രിയിൽ 30 to 35 മിനിറ്റ്സ് ബേക്ക് ചെയ്യണം. ഇതിപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ബേക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് കേക്കാണ്. അടുത്തത് ഇനി എങ്ങനെ ഫഡ് സോസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് 5 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ എടുക്കുക. തീ ചെറുതായിട്ട് വെക്കണം. ഇതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അടി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം വേണം പൗഡർഡ് ഷുഗർ ആഡ് ചെയ്യാൻ. ഞാനിതിലേക്ക് 1/4 കപ്പ് പൗഡർഡ് ഷുഗറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു 2-3 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കണം. ഇതൊരു നല്ല പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതേക്ക് വീണ്ടും നമ്മൾ ചെറു തീയിലോട്ട് മാറ്റണം. നമ്മൾ വീണ്ടും ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കുമ്പോൾ പഞ്ചസാരയുടെ ചെറിയ തരികൾ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് അലുത്ത് പൊക്കോളും. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നല്ലപോലെ ചൂടാകണം, പക്ഷേ ബബിൾസ് വരുന്നതിന് മുമ്പ് തന്നെ തീ ഓഫ് ചെയ്യണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ഷൈനിങ്ങുമാണ്, വളരെയധികം ടേസ്റ്റുമാണ്. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സോസാണിത്. ഇനി ഇത് നമ്മൾ നേരത്തെ ബേക്ക് ചെയ്ത് തണുത്ത കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊഴിച്ച് ഒരു 10-20 മിനിറ്റിനുള്ളിൽ നല്ലപോലെ ഹാർഡാകും. ഇനി ഇത് സ്പ്രിങ്കിൾസ് ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്യാം. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.